തീർച്ചയായിട്ടും സ്ത്രീകൾ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ഒരു ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിൽ അവരൊക്കെ വരേണ്ടതാണ് തീർച്ചയായിട്ടും. അല്ല, അത് തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരോപണമുള്ള ആൾക്കാരോടൊപ്പം ഈ വേദി പങ്കിടാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരത് പറയണം. ഒരു കാര്യം ഇത് കോൺക്ലേവിനെ കുറിച്ചാണ് താങ്കൾ ചോദിച്ചത്. സിനിമാ കോൺക്ലേവ് എന്ന് പറയുന്നത് സിനിമാ നയത്തെക്കുറിച്ച് സമഗ്രമായ ഒരു സിനിമാ നയം രൂപീകരിക്കുന്നതിന്, അത് സിനിമയുടെ നവീകരണത്തിന്, സിനിമയുടെ ഗുണപരമായ മാറ്റത്തിന്, നിലവിലുള്ള സിനിമയുടെ ഇത്തരം ചില അവസ്ഥകൾക്ക്, ചില പുഴുക്കുത്തുകൾക്കൊക്കെ പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ഏറ്റവും സതുദ്ദേശത്തോടു കൂടി ഗവൺമെൻറ് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിനെ ബഹിഷ്കരിക്കുകയല്ല, അതിനോട് സഹകരിക്കുകയും അവർക്ക് എന്തെങ്കിലും അഭിപ്രായ ഭിന്നതകളുണ്ട്, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒപ്പം അവർക്ക് ഇത് വേദി പങ്കിടുന്നതിനൊക്കെ വിഷമമുണ്ടെങ്കിൽ അവർക്കത് പറയാം. അവരെയൊക്കെ തീർച്ചയായിട്ടും അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഒക്കെ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. അങ്ങനെ ഒരു ആരോപണ വിധേയരൊക്കെ ഇതിനകത്ത് വരണമോ എന്നൊക്കെയുള്ള ഇപ്പോൾ WCCയുടെയൊക്കെ അങ്ങനെയുള്ള ആവശ്യങ്ങൾ വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും അത് അവരുടെ ഒരു ന്യായമായ ഒരു കാര്യം തന്നെയാണ് അവർ പറയുന്നതിന് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അല്ല, പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പാർട്ടിയോട് ചോദിക്കുക, സർക്കാരിൻ്റെ കാര്യങ്ങൾ സർക്കാരോട് ചോദിക്കുക. ഇപ്പോൾ ഇതിനകത്ത് അല്ല, അതാണ് എൻ്റെ ഒരു അറിവിലും എൻ്റെ ഒരു ഇതിനകത്തുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇങ്ങനെയുള്ള അനുഭവങ്ങളെക്കുറിച്ചൊന്നും ആരും നമ്മളോട് നേരിട്ടൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ പറയുമ്പോഴാണ് നിങ്ങളെപ്പോലെ ഞാനും അറിയുന്നത്. ഞാനൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് പോയി അഭിനയിക്കും, നമ്മുടെ പ്രതിഫലം വരും, പിന്നെ എൻ്റെ ഡബ്ബിങ്ങിന് പോകും എന്നല്ലാതെ ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലൊന്നും നമ്മളൊന്നും ഇടപെടാറുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ഒരിക്കലുമില്ല. അത് ഞാനും കൂടി അതിനകത്തൊരു ഉത്തരവാദിയാണെന്ന് ഞാൻ പറയും. കാര്യം ഞാൻ പൊതുവേ കുറച്ചൊരു അലസമായി ഒരു സമ്മർദ്ദങ്ങളും ഇല്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു വ്യക്തിപരമായ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അത് ഞാൻ പല ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അല്ല, എന്നെ ആരും ഒഴിവാക്കിയതോ ഞാൻ ഒഴിവാക്കപ്പെട്ടതോ. ഇപ്പോഴും എനിക്ക് സിനിമകൾ വരുന്നുണ്ട്, പലതും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അക്കാഡമിയുടെ ഒരു ചുമതല കൂടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന പല സിനിമകളിലും അഭിനയിക്കേണ്ടിയിരുന്നു, അത് പറ്റാതെ വന്നു. അതൊക്കെ നമ്മുടെ ഒരു വ്യക്തിപരമായ കാര്യമാണ്. അല്ലാതെ എന്നെ ആരും ഒഴിവാക്കിയെന്ന് ഞാൻ പറയില്ല. തീർച്ചയായിട്ടും സ്ത്രീകൾ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ഒരു ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിൽ അവരൊക്കെ വരേണ്ടതാണ് തീർച്ചയായിട്ടും. എനിക്കങ്ങനെ അഭിപ്രായമൊന്നുമില്ല, അങ്ങനെ ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല. ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാർ അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ വരണം, അത്രയേ ഉള്ളൂ. അത് സിനിമയോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണം. സിനിമയെക്കുറിച്ചുള്ള ചില ധാരണകളും ബോധ്യങ്ങളും ഒക്കെയുള്ള ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള ക്ഷേമങ്ങൾ ഉറപ്പാക്കുക. ഇപ്പോൾ ഒരു ചെയർമാൻ എന്ന് പറയുന്നത് അതൊരു ആലങ്കാരിക പദവിയല്ല. ഈ പ്രത്യേകിച്ചും ചലച്ചിത്ര അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എനിക്കറിയാത്തൊരു കാര്യം ഞാൻ പറയുന്നത് ശരിയല്ല. അത്തരം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇവിടെ അർഹതയുള്ള ആൾക്കാർ വരട്ടെ, അവർ വരണം എന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഒരു പദം ഞാൻ പറഞ്ഞില്ല. മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. തീർച്ചയായിട്ടും. അല്ല, അതിലേക്കാണ് പറയുന്നത്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു വലിയൊരു നിർദ്ദേശം സ്ത്രീകൾ ഈ ICC ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര ഫലപ്രദമല്ല. പലപ്പോഴും ഒരു സെറ്റിൽ ഇത് പല സെറ്റുകളിൽ പല ICC ആണ്. അപ്പോൾ അത് സെറ്റുകൾ മാറുന്നതനുസരിച്ച് അപ്പോൾ അവിടെ അതിനൊരു പൊതുവായ ഒരു സംവിധാനം, അതിനാണ് ഇപ്പോൾ ഒരു അതോറിറ്റിയായിട്ട് ട്രിബ്യൂണൽ എന്ന ഒരു പദമാണ് അതിനകത്ത്. അത് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം ഇത് വെച്ചിട്ടുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ വലിയ സജീവമായ പരിഗണനയിലാണ്. അങ്ങനെ ഒരു ട്രിബ്യൂണൽ വരണമെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. അത് താഴ്ത്തിവെച്ചു എന്നുള്ള ഒരു അഭിപ്രായമല്ല. അതിനകത്ത് ഒരുപാട് സാങ്കേതികമായ തടസ്സങ്ങളുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അവർ കൊടുത്ത ഒരു കത്ത്. 2, വിവരാവകാശ കമ്മീഷണറായിരുന്ന വ്യക്തിയുടെ ഒരു ഉത്തരവുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഇത് വീണ്ടും മാധ്യമങ്ങളുടെ ഒരു വലിയ സമ്മർദ്ദം ഇതിനകത്തുണ്ട്. WCC പോലുള്ള സംഘടനകളുടെയൊക്കെ ഒരു വലിയ ഇതിനു ശേഷമാണ് ഇങ്ങനെ പുതിയൊരു ഉത്തരവ് വിവരാവകാശ കമ്മീഷന് തന്നെ വരേണ്ടി വന്നത്. ഗവൺമെൻറ്റിന് അതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും താല്പര്യമുള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല.
പറയുമ്പോൾ സ്വയമേ കേസെടുത്ത് ആ സ്ത്രീകൾക്കൊപ്പം നിൽക്കാനുള്ള ഒരു നിലപാട് സർക്കാരിനുണ്ട് എന്ന് സർക്കാരിന്റെ വൈസ് ചെയർമാനായിട്ടുള്ള അങ്ങേക്ക് തോന്നുന്നു? അല്ല, ഇതൊക്കെ നിയമപരമായ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ പരിജ്ഞാനമില്ല. എന്ത് തന്നെയായിരുന്നാലും ശരി, ഒരു അക്രമം നടന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് നേരെ, സ്ത്രീകൾ ഒരിക്കലും ഒരു മേഖലയിലും അവർ ഒരു അതിക്രമം നേരിടേണ്ടവരല്ല. അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും അത് സമൂഹത്തിൻ്റെ ഏത് രംഗത്തായിരുന്നാലും സ്ത്രീകൾ വളരെ സുരക്ഷിതരായി, വളരെ നിർഭയരായി, ആത്മാഭിമാനത്തോടെ പ്രവർത്തിക്കേണ്ടവരാണ് ഏത് മേഖലയിലും. അത് ഇപ്പോൾ സിനിമയെ അതൊരു കൂടുതലൊരു പെരുപ്പിച്ച് കാണിക്കേണ്ടതൊന്നുമില്ല. കാര്യം സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഗ്ലാമറസ് ആയിട്ടുള്ള മേഖല ആയതുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു. പക്ഷേ സമൂഹത്തിൽ എവിടെ നടന്നാലും അങ്ങനെയുള്ള സ്ത്രീകൾക്ക് നേരെയുള്ള ഏത് അതിക്രമവും നമ്മൾ ചെറുക്കേണ്ടതാണ്, തടയേണ്ടതാണ്, നിയമപരമായിട്ട് അതിന് നടപടികൾ ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ ഏതെങ്കിലും കുറ്റക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിയമത്തിൻ്റെ മുമ്പിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുമാണ്. WCCയിലെ വനിതാ ചലച്ചിത്ര താരങ്ങൾ പറഞ്ഞത് വേട്ടക്കാരെ ഒപ്പമരുത്തി ഇരകളെയും ഒപ്പമരുത്തിയുള്ള കോൺക്ലേവ് എന്നതാണ് WCCയുടെ ഒരു നിലപാട്. ഈ സിനിമാ മേഖലയിലെ അവരുമായുള്ള ഒരു അക്കാഡമിയുടെ വൈസ് ചെയർമാൻ എന്ന നിലയിൽ ഇതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി അവരെ ഒന്ന് പങ്കെടുപ്പിക്കാനുള്ള ഒരു തീരുമാനം എടുക്കണം. തീർച്ചയായിട്ടും ഇത് അവർക്ക് കൂടി വേണ്ടിയിട്ടാണല്ലോ. ഞാനതല്ലേ പറഞ്ഞത്. ഇതിപ്പോൾ ഇത് ഗവൺമെൻറ് വളരെ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നു. അതിനോട് സഹകരിക്കുക. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും. വേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ള എല്ലാ ഇതും അതിനകത്തുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തുറന്നു പറയാം. പക്ഷേ ഇത് ബഹിഷ്കരിക്കുന്നത് ഒരിക്കലും ഒരു സിനിമയുടെ ഒരു മുന്നോട്ടുള്ള പോക്കിന് അത് ഒരിക്കലും ഗുണകരമല്ല എന്ന് മാത്രം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം അത് വേണമല്ലോ. ആ ഒരു സംവിധാനത്തിന് തീർച്ചയായിട്ടും അങ്ങനെ വേണം. അത് എത്രയും പെട്ടെന്ന് തന്നെ അതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം ആരുടെ അടുത്ത സുഹൃത്താണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ നല്ല സുഹൃത്താണ് ധർമ്മജൻ ബോൾഗാട്ടി. പക്ഷെ ഇന്നലെ ആ ഒരു ചർച്ചയിൽ പങ്കെടുത്തത് അദ്ദേഹം സംസാരിച്ചത്, അദ്ദേഹം ഒരു പക്ഷേ ആരാണെന്നറിയാതെയൊക്കെ സംസാരിച്ചായിരിക്കും. എങ്കിലും ഒരു സ്ത്രീയോടാണ് സംസാരിക്കുന്നത് എന്ന ബോധ്യം അയാൾക്ക് ഉണ്ടാകണമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നലെ സംസാരിച്ച ഭാഷ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വരം ഒന്നും അത്രയും ഒരു പരിഷ്കൃത സമൂഹത്തിന് തന്നെ ചേർന്നതല്ല എന്നൊരു വ്യക്തമായ അഭിപ്രായം തന്നെ. എൻ്റെ സുഹൃത്താണെങ്കിൽ പോലും എനിക്കത് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല. പ്രത്യേകിച്ച് ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാപ്രവർത്തകൻ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകയാകേണ്ടവരാണ് എല്ലാ അർത്ഥത്തിലും. അവർ സമൂഹത്തേക്ക് ഒരുപാട് സ്വാധീനിക്കാൻ, സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ, സമൂഹത്തെ ശരിയിലേക്ക് വിരൽ ചൂണ്ടാൻ പ്രാപ്തരാക്കാനൊക്കെയുള്ള ഒരു വലിയ ദൗത്യമാണ് കലാകാരൻ എന്ന് പറയുന്നത്. കലാകാരൻ്റെ അല്ലാതെ കുറേ വിനോദിപ്പിക്കൽ മാത്രമല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകകളാകണം. അവരുടെ എല്ലാ അർത്ഥത്തിലും, അവരുടെ സംസാരത്തിൽ, പ്രവൃത്തികളിൽ ഒക്കെ ആ ഒരു മാതൃക അവർ പുലർത്തണം. എന്നാലും തീർച്ചയായിട്ടും അതെനിക്ക് വളരെ വിഷമമുണ്ടാക്കിയ ഒരു കാര്യം. അത് നമ്മുടെ ഒരു സഹപ്രവർത്തകരിൽ നിന്ന് അങ്ങനെയൊക്കെ ഒരു പ്രതികരണം വന്നു എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നമുക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല.